ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തികൾക്ക് സൗന്ദര്യം, ആകർഷകത്വം, സ്നേഹാർദ്രമായ മനസ്സ് തുടങ്ങിയവ ഉണ്ടായിരിക്കുകയില്ല. മൃദുല വികാരങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകുകയില്ല. പരുക്കനായ ഇവർക്ക് പരിശുദ്ധ വികാരങ്ങളും പരിശുദ്ധ സങ്കല്പങ്ങളും അന്യമായിരിക്കും. ശുക്രൻ ദുർബലനോ മൗഢ്യമുള്ളവനോ ആയാൽ സ്ത്രീ വൈമുഖ്യം ഒരു പ്രത്യേകതയാണ്. ശുക്രന് ബലമുണ്ടെങ്കിലും ഭാവാധിപത്യം, സ്ഥിതി തുടങ്ങിയവ കൊണ്ട് അനിഷ്ടഫലദാതാവായി മാറിയാൽ ജാതകന് പ്രണയ വിഷയങ്ങളിൽ നിരാശ, എതിർപ്പ് തുടങ്ങിയവ അനുഭവത്തിൽ വരാം. ദാമ്പത്യം ഇവർക്ക് സുഖകരമായിരിക്കുകയില്ല. ബലവാനായ ശുക്രൻ ജാതകത്തിൽ അനിഷ്ടദാതാവായി വന്നാൽ അവർ അമിതമായ കാമാസക്തിയുള്ളവരായി മാറും. ഈ ശുക്രന് വ്യാഴദൃഷ്ടിയില്ലാതെ വരികയും കുജദൃഷ്ടിയോ യോഗമോ വന്ന് ഭവിക്കുകയും ചെയ്താൽ ഇക്കൂട്ടർ വലിയ ലൈംഗിക കുറ്റവാളികളായി തീരും. ഇവർ നിർബന്ധമായും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശുക്രൻ ദുർബലനായവർ വൃത്തിയായ വേഷവിധാനം, ഒരുക്കം തുടങ്ങിയവയിലൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സ്ത്രൈണ ഗുണങ്ങളായ ലജ്ജ, ആർദ്രത തുടങ്ങിയവ കുറവായിരിക്കും. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുൻപിൽ മനോവികാരങ്ങൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. സംഗീതം, കലകൾ തുടങ്ങിയവ ആസ്വദിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല. സുഗന്ധം, മധുരം, മൃദുത്വം ആദിയായവയും ഇവർക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഗുണങ്ങളാണ്. ഇവരുടെ വൃക്കകൾ, ഉൽപാദനേന്ദ്രിയങ്ങൾ എന്നിവ ദുർബലമായിരിക്കും. ഊർജ്ജസ്വലത കമ്മിയായ ഇവർക്ക് ശുക്രൻ തീരെ ദുർബലനായാൽ പ്രത്യുൽപാദന ശേഷിയും ഇല്ലാതെ വന്നേക്കാം. അസ്ഥിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, പാണ്ഡുരോഗം, രതിജന്യ രോഗങ്ങൾ തുടങ്ങിയവ ഇവർക്ക് പിടിപെടാൻ എളുപ്പമാണ്. ഇനി ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാം? ശുക്രൻ കന്നിയിൽ നിൽക്കുക. മേടം, കർക്കടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിക്കുക. ശുക്രൻ 6, 8 ഭാവങ്ങളിൽ നിൽക്കുക. സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ട്യാദികൾ ശുക്രന് ഉണ്ടാവുക. ചിങ്ങം, കർക്കടകം, ധനു എന്നിവയിൽ ഏതെങ്കിലും രാശിയിൽ ശുക്രൻ നിൽക്കുക എന്നിവയൊക്കെ ശുക്രദോഷ പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്ന പ്രത്യേകതകളാണ്. മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, ആയില്യം, കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ശുക്രദശാകാലം അനിഷ്ടഫലങ്ങൾ നൽകുന്നു. ഇവരും വിധിപ്രകാരം ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്.